രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ടോ? അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങളുണ്ടോ? എങ്കിൽ സൂക്ഷിച്ചോളൂ. കമ്പൈൻ സ്റ്റഡി എന്നും കൂട്ടുകാരെ കാണാനെന്നും പറഞ്ഞ് രാത്രിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികളെ തേടി പുറത്ത് പലരും കാത്തിരിക്കുന്നുണ്ടാകാം. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി പിടിയിലായത് കഴിഞ്ഞ രാത്രിയിലാണ്. എക്സൈസ് സംഘത്തെ കണ്ട് കയ്യിലിരുന്ന പൊതി വലിച്ചെറിഞ്ഞ് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 15കാരൻ പിടിയിലായി. കഴിഞ്ഞ 1 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. ഇതുപോലെ പല വീടുകളിലും അച്ഛനമ്മമാർ അറിയാതെ കുട്ടികൾ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ടാകാം. ശനിയാഴ്ച രാത്രിയിൽ പൂഞ്ഞാർ പനച്ചിക്പാറയിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കഞ്ചാവുമായി പിടികൂടിയത്. ബൈക്കിലിരിക്കുകയായിരുന്ന വിദ്യാർത്ഥി എക്സൈസ് സംഘത്തെ കണ്ട് കയ്യിലിരുന്ന പൊതി വലിച്ചെറിഞ്ഞ് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടെ വിദ്യാർത്ഥിയെ തടയാൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന് വീണു പരിക്ക് പറ്റി. 6 ഗ്രാം കഞ്ചാവാണ് വിദ്യാർത്ഥിയിൽ നിന്നും കണ്ടെടുത്തത്. കഴിഞ്ഞ 1 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്നതായി വിദ്യാർത്ഥി മൊഴി നൽകി. വിദ്യാർത്ഥിയെ പിടികൂടിയ സ്ഥലത്തിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. മീനച്ചിലാറ്റിൽ പൂഞ്ഞാർ പനച്ചികപ്പാറ കാവുംകടവ് പാലത്തിന് സമീപത്തു നിന്നാണ് ചെടി കണ്ടെത്തിയത്. എന്നാൽ ഇതിന് പിടിയിലായ വിദ്യാർത്ഥിയുമായി ബന്ധമില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കഞ്ചാവ് ഉപയോഗിച്ചവർ വലിച്ചെറിഞ്ഞ അവശിഷ്ടത്തിൽ നിന്നാകാം ചെടി വളർന്നതെന്ന് കരുതുന്നു. ലഹരിക്കെതിരായ നടപടികളുടെ ഭാഗമായി 12 കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോട്ടയത്ത് പിടികൂടിയത്. തലയോരപ്പറമ്പിൽ വിവാഹ സൽക്കാര പരിപാടിക്കായി സൂക്ഷിച്ച കഞ്ചാവും കണ്ടെത്തി. 12 കേസുകളിൽ 10 എണ്ണവും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചവയാണ്. ന്യൂസ് 18 കോട്ടയം.